എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രൈവറ്റ് ജെറ്റ് അതിൻ്റെ ടെയിലിൻ്റെ മുകളിൽ OG എന്ന് എഴുതാം. ഐ എം നോട്ട് എ ഡ്രഗ് ഡീലർ, മനസ്സിലായാലോ? അങ്ങനത്തെ പൈസ ഉണ്ടാക്കാനൊന്നും. ഓക്കെ, ഇവിടെ സോഷ്യൽ മീഡിയ കണ്ട് പിള്ളേർ കിടന്ന് ചെയ്യണം, അതൊന്നും എയ്റ്റൊന്നുമില്ല. പുതിയതായിട്ട് വന്നൊരു ചാലഞ്ചാണ് ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഐ എം റെഡി ടു ഡു ദ വി ആർ റെഡി ടു ഡു ദ ഡ്രഗ് ടെസ്റ്റ്. നാളെങ്കിൽ നാളെ ഐ ടേക്ക് ദ ചലഞ്ച്. നടിക്ക് പൂർണ്ണമായിട്ട് നീതി കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് നമ്മൾ കണ്ടില്ല, ഓക്കെ, താൻ കണ്ടതാണ്. ഞാൻ ജുഡീഷ്യലിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കർമ്മ റിയൽ. കർമ്മ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് തിരിച്ചു കിട്ടും. താൻ വിശ്വസിക്കുന്നുണ്ടോ കർമ്മയിൽ? ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ചെയ്തതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അത് ശരി. എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകും അല്ലേ? ഞാൻ ആദ്യത്തെ റേഡിൽ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ റേഡിൽ ഞാൻ കോടികൾ ഫൈൻ അടച്ചിട്ടുണ്ട്. ഐ എം നോട്ട് the believer of yellow metal. ടിക്കറ്റ് 43 എന്നുള്ള മലയാളം മൂവി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് അക്കൗണ്ട് ഫ്രീസ് ആവുക അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു റെയ്ഡ് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടോ? ഇവിടെ ഏത് ബിസിനസ്സുകാരന് ഒരു റെയ്ഡോ ഇല്ലാത്ത അപ്കമിങ് എല്ലാ വലിയ ബിസിനസ്സുകാർക്ക് റെയ്ഡൊക്കെ ഉണ്ടാവും. അതെൻ്റെ രണ്ടാമത്തെ റെയ്ഡല്ലേ. എനിക്ക് ആദ്യത്തെ റെയ്ഡ് 1994 വന്ന റെയ്ഡാണ്. അത് വലിയ റെയ്ഡായിരുന്നില്ലേ? റെയ്ഡ് പറയണത് നമ്മുടെ അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്യും, നമ്മുടെ അക്കൗണ്ട്സിൽ അവർ വെരിഫൈ ചെയ്യും, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ തെറ്റാണെങ്കിൽ അവർ ഫൈൻ അടയ്ക്കും. അത് തന്നെ. പിന്നെ ഞാൻ ആദ്യത്തെ റെയ്ഡിൽ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ റെയ്ഡിൽ ഞാൻ കോടികൾ ഫൈൻ അടച്ചിട്ടുണ്ട്. ഞാൻ ഫൈൻ. അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിസിനസ്. അത് നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം ചില മിസ്റ്റേക്സ് ഉണ്ടാവാം. ആ മിസ്റ്റേക്സ് അവർ കണ്ടുപിടിക്കണം, അതിൽ നമ്മൾ ഫൈൻ അടയ്ക്കണം. അച്ഛൻ നിങ്ങളിപ്പോൾ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൈൻ വരില്ലേ? അല്ലേ? ഉറപ്പായിട്ടും വരും. അത്രേ ഉള്ളൂ. ഞങ്ങൾ തിങ്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ബിഗ് ബിസിനസ് പീപ്പിൾ ഹാസ് ഗോൺ ത്രൂ ദിസ്. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോകും എന്ന് പോകുന്നതല്ല. നമ്മുടെ അക്കൗണ്ട്സ് ഇതെല്ലാം പെർഫെക്റ്റ് ആവും. മനസ്സിലായില്ലേ? നമുക്കൊരു ചെക്കാണത്. അവർ നമുക്കൊരു ചെക്ക് തന്നു. രാത്രി വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഊതുമോ? അതെന്തിനാ? നമ്മുടെ ജീവന്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടല്ലേ? അത് മാത്രമല്ല, ഗവൺമെന്റ് പൈസ ഉണ്ടാവും അല്ലേ? രണ്ടെണ്ണമുണ്ട്. സെയിം തിങ്. നമ്മുടെ അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, നമുക്ക് എവിടെയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതൊന്നും വലിയ കാര്യമല്ല. ഓൾമോസ്റ്റ് ഓൾ ദ ബിഗ് ബിസിനസ് പീപ്പിൾ ദേ ആർ ഓൾ ഗോൺ ത്രൂ ദിസ്. അത് നമ്മുടെ ബിസിനസ് ചെക്കാണ്. അത്രോ കേട്ടോ. OGയുടെ ഒരു സ്റ്റൈല് തന്നെ വേറെ ഒരു രീതിയിലാണ്. അപ്പം ഈസ് ദേർ സംതിങ് ബിഹൈൻഡ് ദ സ്റ്റൈൽ? OG സ്റ്റൈൽ. ഇപ്പോഴല്ലേ ഈ മൂവിയെല്ലാം വന്നു OG എന്നും. അതേപോലെ തന്നെ പലരും OG എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ പേര് ഭയങ്കര ഇതായിരുന്നു, യുണീക്ക് നെയിം ഇതല്ല. ഇപ്പൊ എന്ത് ആ സിനിമയും കൂടി വന്നു കഴിഞ്ഞ് പിന്നെ എന്റെ ഡിമാൻഡ് പോയി. ഞാൻ നോക്കിയപ്പോൾ OG സിനിമ അടിപൊളി. അതെ. ഈ ഒരു പെൻഡന്റ് എന്താണ് സംഭവം? 2 സിൽവർ ചെയിൻസ്. അതൊക്കെ 3 സിൽവർ ചെയിൻ ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോന്ന് മേടിക്കണം. മെക്സിക്കോ ഒന്ന് മേടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ കാണുമ്പം മേടിക്കുന്നു. അതൊക്കെ ഐ എം നോട്ട് ദ ബിലീവർ ഓഫ് യെല്ലോ മെറ്റൽ. ഐ ഡോണ്ട് ബിലീവ് ഇൻ യെല്ലോ മെറ്റൽ. യെല്ലോ മെറ്റലാണ് എക്സ്പെൻസീവ്, ബട്ട് അതാണ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സ്വർണം. ഓക്കെ, അതെ അല്ല ആയിരിക്കുള്ളൂ. എനിക്കിഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞു. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ ഒരിക്കലും എനിക്ക് സ്വർണ്ണമൊന്നും ഇല്ല. ഞാൻ സ്വർണ്ണമൊന്നും ഇടാറുമില്ല. അതാ വല്ലപ്പോഴും ഒരു രുദ്രാക്ഷം സ്വർണ്ണത്തിൽ ഉണ്ടായിരുന്നു. അതിപ്പം എവിടെ പോയാവോ? പണ്ട് സ്വർണത്തിൻ്റെ സ്വർണ്ണമൊന്നും വാങ്ങാറില്ലെങ്കിൽ പോലും 5-6 ലക്ഷം രൂപയുടെ വാച്ച് കൈ കിടപ്പുണ്ട്. ഇല്ലടോ, മലയാളികളെല്ലാവരും റോളക്സ് ആണ്. പക്ഷെ ഞാനൊന്ന് റോളക്സ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇതിനേക്കാളും വില ഉണ്ടായിരുന്നു. ദിസ് ഈസ് ബ്ലൂ ഓഷൻ, ബർട്ട്ലിംഗ് ബ്ലൂ ഓഷനാണ്. അപ്പം ഇതും വിലയുള്ള വാച്ചാണ്. പക്ഷേ ആ പൈസ വെച്ചിട്ട് നമ്മൾ റോളക്സ് ആയിരുന്നെങ്കിൽ ആ റോളക്സിന് എപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? റോളക്സിൻ്റെ വില എപ്പോഴും കയറിക്കൊണ്ടിരിക്കും. അതാ ഇത് ഇങ്ങനത്തെ വാച്ച് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ബർട്ട്ലിംഗ് ഇസ് മെയിൻലി ആ ഒരു വാച്ചിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. സ്റ്റോറി ഉണ്ടോ ആ വാച്ചിന് പുറകിൽ? ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മേടിച്ചു തന്നതാണ്. ഞാനവന് ഒരു ദിവസം ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ
അവൻ എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഓജി എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് ആ പൈസ കൊടുത്തു. അവനാ പൈസ തിരിച്ചു തന്നപ്പം ഈ വാച്ചും കൂടി അവന് ആ പൈസയോടൊപ്പം എനിക്ക് തിരിച്ചു തന്നു. അത് നമ്മുടെ ജോമോൻ ജോസഫ് എന്ന് പറയും, നമ്മുടെ ആക്ടർ ജിനുവിൻ്റെ ചേട്ടൻ, എൻ്റെ ജൂനിയറാണ് സ്കൂളിൽ. അവനെനിക്ക് ഒരു പ്രസൻറ്റ് തന്നതാണ്. സോ കർമ്മ ഇസ് റിയൽ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഡു യു തിങ്ക് കർമ്മ ഇസ് റിയൽ? കർമ്മ ഇസ് റിയൽ. കർമ്മ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് തിരിച്ചു കിട്ടും. സോ നെവർ ഡു എനിത്തിങ് റോങ്. നമ്മൾ ചെയ്തോ തിരിച്ചു കിട്ടും. അത് ഒരു മടിയില്ല. ചെയ്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചെയ്യാറില്ലടോ അങ്ങനെ. ഐ ഡോണ്ട് ഡു എനിത്തിങ് റോങ്. നല്ലത് ചെയ്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ലത് ചെയ്ത് തിരിച്ചു കിട്ടും, നല്ലത് തന്നെ തിരിച്ചു കിട്ടും. അതാ, അത് സംശയമില്ല. ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും വലിയ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, ഞാനൊരു ദിവസം MK ദാമോദരൻ സാറിൻ്റെ ഓഫീസിലിരിക്കുക. അപ്പോൾ രാത്രി 10 മണിയായപ്പം ഞാനിങ്ങനെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ. ആ, നീ ഇത്ര പൈസ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ പൈസ ഞാൻ അയാൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്കൊരു 3 മാസം കഴിഞ്ഞ് ആ പൈസ എനിക്ക് തിരിച്ചു തന്നു. ഞാനത് മറന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം എനിക്ക് ചെക്ക് വരും ഉച്ചയ്ക്ക്, അതും വലിയ എമൗണ്ടിൻ്റെ ചെക്കാണ്. 10 പൈസ റേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആ ജോയ് ആലുക്കെ ചെന്നപ്പം ജോയ് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ഫേസ് മാറിയിരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. പുള്ളി എനിക്ക് എൻ്റെ ആവശ്യമുള്ള പൈസ എൻ്റെ അടുത്ത് തന്നു. ഇറ്റ്സ് ഓൾ ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഞാനത് ചെയ്തതിൻ്റെ തിരിച്ചെനിക്കത് കിട്ടി. അച്ഛ കർമ്മ. അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ, പല ഇൻസിഡൻസും. അതെ. അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. വെന്യൂ അത് എനർജി, കർമ്മ, അതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന ചില കാര്യങ്ങളാണ്. അതാ. സോ താൻ വിശ്വസിക്കുന്നുണ്ടോ കർമ്മയിൽ? ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അത് ശരി. എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകും. ബസ്സിലാണോ ഉദ്ദേശിച്ചത്? കമ്മിങ് ബാക്ക് ടു OG വേൾഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണോ? പിന്നെ സ്വപ്നം കാണാറുണ്ടെന്നാ നല്ല കാര്യേ. സ്വപ്നം കണ്ടില്ലെങ്കിൽ നമുക്ക് വലുതാവാൻ പറ്റില്ലടോ. ഡു യു ഹാവ് ടു സ്വപ്നം കാണണമെങ്കിൽ ആർക്കും പൈസയൊന്നും കൊടുക്കണ്ടല്ല, അല്ലേ? സ്വപ്നം കാണണം. എന്താണ് ഇപ്പൊ കാണുന്ന സ്വപ്നം എന്ന് ചോദിച്ചാൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു പ്രൈവറ്റ് ജെറ്റ്, അതിൻ്റെ ടെയിലിൻ്റെ മുകളിൽ OG എന്ന് എഴുതണം. ഇതാണ് എൻ്റെ അടുത്ത സ്വപ്നം. അല്ലാണ്ട് റോൾസും അല്ലെങ്കിൽ അങ്ങനത്തെ തോന്നില്ല, അതൊക്കെ അതൊക്കെ പണ്ടത്. അതിൻ്റെ പുറകിലൊരു OG എന്ന് എഴുതണം. അതാണ് എൻ്റെ ഡ്രീം. പണ്ട് എനിക്ക് പറ്റുമായിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് എത്തണം എന്ന് വെച്ചാൽ അത് ഓൺ ചെയ്യണം. അതാണ് ഈ അടുത്ത കൊല്ലത്തെ എൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ. ഇത്രയും പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? പൈസ അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ അല്ലടോ. നമുക്കൊരു ആഗ്രഹം. ഞാൻ 2000 വരെ എക്കണോമിക് ക്ലാസ്സിലാണ് പോയിരുന്നത്. എക്കണോമിക് ക്ലാസ്സിൽ നിന്ന് ഞാൻ ബിസിനസ് ക്ലാസ്സായി, മനസ്സിലായില്ല? അപ്പോൾ ആ കംഫർട്ട് ലെവൽ പിടിച്ചു. പിന്നെ എനിക്ക് എക്കണോമിയിലേക്ക് ഇരിക്കാൻ പറ്റണില്ല. ബിസിനസ്സിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോയപ്പം ആ കംഫർട്ട്, ഓക്കെ. സോ ആ കംഫർട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ഫീൽ ലൈക്ക് എൻജോയിങ് ദാറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ടു എൻജോയ് ദാറ്റ് കംഫർട്ട് യു നീഡ് മണി. ഒറ്റ മിനിറ്റ്, ടേക്ക് ഹോസ്പിറ്റൽ. പൈസ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ദ 5-star ഹോസ്പിറ്റൽ, അല്ലേ? അത്രേ ഉള്ളൂ. എവറിവെയർ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ പണിയെടുക്കാനൊന്നും പറ്റത്തില്ല. സോ ഐ വർക്ക് ഹാർഡ്, ഐ മേക്ക് മണി, ഐ സ്പെൻഡ് മണി. സോ ഇത് ഫാക്റ്റാണ്, ഫാക്റ്റ് ഓഫ് ലൈഫാണ് പറയണേ. സോ അതിനകത്ത് വർക്ക് ചെയ്യാണ്ട് പൈസ ഉണ്ടാക്കണത്, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് എ ഡ്രഗ് ഡീലർ, മനസ്സിലായല്ലോ? അങ്ങനത്തെ പൈസ ഉണ്ടാക്കാനൊന്നും. ഓക്കെ. സോ അത് വളരെ ക്ലിയറാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഇല്ല. ഈസി മണിയൊന്നുമില്ല, ശരിക്കും ബുദ്ധിമുട്ടി തന്നെ ഉണ്ടാക്കണതാണ്. അതാ, നത്തിങ് കംസ് ഈസി ആൻഡ് ഐ ഡോണ്ട് ഹാവ് നോ ഈസി മണി. ഐ വർക്ക് ഹാർഡ്. സോ ഹേറ്റേഴ്സിനോട് ഒറ്റ വാക്കിലൊരു മറുപടി പറയാൻ പറഞ്ഞാൽ, ഹേറ്റേഴ്സിന് പറയാൻ മറുപടി പറയാൻ എനിക്ക് ഹേറ്റേഴ്സ് ഇല്ലല്ലോ. ഐ ഡോണ്ട് ഹാവ് ഹേറ്റേഴ്സ്. എന്നെ ഇവിടെ സോഷ്യൽ മീഡിയ കണ്ട്
പിള്ളേർ കിടന്ന് ഇത് ചെയ്യണം. അതൊന്നും ഹെയ്റ്റ് ഒന്നുമില്ല. യെസ്, ഫൺ ഓഫ് ഇറ്റ്, കളക്കട്ടെ അച്ഛൻ. അതൊന്നും ഹെയ്റ്റ് അല്ല. ഓക്കെ. അപ്പൊ ഇപ്പം പുതിയതായിട്ട് വന്നൊരു ചാലഞ്ചാണ് ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഐ എം റെഡി ടു ഡു ദ വി ആർ റെഡി ടു ഡു ദ ഡ്രഗ് ടെസ്റ്റ്. നാളെങ്കിൽ നാളെ ഐ ടേക്ക് ദ ചലഞ്ച്. ഐ എം റെഡി ടു ഡു ദ ചലഞ്ച് എപ്പോഴെങ്കിലും. അതാണ് എൻ്റെ കോൺഫിഡൻസ്. എൻ്റെ കോൺഫിഡൻസ് ലെവൽ അതാണ്. ഇവരെല്ലാവരും പറയും അതാ, ഞാൻ റെഡിയാണ് ചെയ്യാൻ. വരട്ടെ എപ്പോഴെങ്കിലും. നടിയെ ആക്രമിച്ച കേസിൽ നടിക്ക് പൂർണ്ണമായിട്ട് നീതി കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് നമ്മൾ കണ്ടില്ല, ഓക്കെ, താൻ കണ്ടതാണ്. ഞാൻ ജുഡീഷ്യലിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പറഞ്ഞോളൂ. ഓക്കെ, 100% സാറ്റിസ്ഫാക്ടറി വേർഡിക്റ്റ് അല്ല വന്നത് എന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു വേർഡിക്റ്റ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാഴ്ച പോലും തികയുന്നതിന് മുൻപ് കരോളിന് അങ്ങനെ ഒരു രീതിയിൽ ആക്രമണം ഉണ്ടായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ജുഡീഷ്യറി? അങ്ങനെ ഒരു 100% believe in judiciary. 101% I believe in judiciary and our police force. നമ്മുടെ പോലീസ് ഫോഴ്സ് ഇസ് പെർഫെക്റ്റ്, അമേസിങ്. ദാറ്റ്സ് ഇറ്റ്. ഒന്നും ഞാൻ പറയത്തില്ല. അതാ നമ്മുടെ ജുഡീഷ്യറി, ജഡ്ജസ് പെർഫെക്റ്റ്. അതാ.